സ്വാമി, അങ്ങ് എന്റെ സഹോദരൻ ജലന്ധരനെ വധിക്കാൻ അവിടെ പോകുമോ? ഇല്ല ദേവി, ഒരിക്കലുമില്ല. എനിക്ക് നിന്റെ ആശങ്ക മനസ്സിലാകുന്നു. നീ വിഷമിക്കാതിരിക്കണം. ജലന്ധരന്റെ വധം എന്റെ കരങ്ങളാലാകില്ല. അങ്ങ് പറയുന്നത് ശരി. പക്ഷേ ദേവന്മാരോടൊത്ത് അനേകം തവണ അസുരന്മാരെ കബളിപ്പിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും ഉണ്ട്. ദേവന്മാരുടെ പക്ഷം ചേർന്ന് അസുരന്മാരെ കളിപ്പിക്കാറുണ്ട്. പക്ഷെ ദേവന്മാരുടെ പക്ഷം ചേർന്ന് മറ്റു ദേവന്മാരെയോ ദേവിമാരെയോ കബളിപ്പിച്ചിട്ടില്ല. പിന്നെ ദേവി, ഇത്തരം പ്രവൃത്തികൾ സ്വാഭാവിക നീതിക്കനുസരിച്ചാണ്. അതിലെനിക്ക് ഗ്ലാനിയില്ല, അഭിമാനമുണ്ട്. സജ്ജനങ്ങളെ രക്ഷിക്കുവാനായി ദുഷ്ടന്മാരെ വഞ്ചിക്കുക നീതി തന്നെയെന്ന് മാനിക്കുന്നു. നീതിയും അനീതിയും എനിക്കറിയില്ല സ്വാമി. എനിക്ക് ഇത്ര മാത്രമേ അറിയൂ. ജലന്ധരൻ എന്റെ സഹോദരനാണെന്ന് എനിക്ക് ഇതും അറിയാം. ഒരിക്കൽ സുദർശന ചക്രം അങ്ങയുടെ കയ്യിൽ നിന്ന് പോയാൽ അത് ശത്രുവിനെ സംഹരിച്ചേ മടങ്ങുകയുള്ളൂ. അതിനാൽ അങ്ങ് എനിക്ക് വാക്കു നൽകണം. എന്റെ സഹോദരൻ ജലന്ധരനു നേരെ സുദർശന ചക്രം പ്രയോഗിക്കില്ലെന്ന്. വിശ്വസിക്കൂ ദേവി, അങ്ങനെ സംഭവിക്കില്ല. എനിക്ക് വിശ്വാസമില്ല. വാക്കു തരണം സ്വാമി. ഞാനിതാ വാക്ക് നൽകുന്നു. ജലന്ധരനു നേരെ സുദർശനം പ്രയോഗിക്കില്ല. പക്ഷെ ഞാൻ സ്വർഗം രക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണ്. നമുക്കുടനെ സ്വർഗത്തിൽ പോകണം. മഹാറാണി ഇന്ദ്രാണി, അനർത്ഥമായി. എന്തുണ്ടായി? അസുരാജൻ തന്റെ അസുരസേനയും മൊത്ത് സ്വർഗത്തിന് നേരെ മുന്നേറുന്നു. ദേവരാജൻ ഇന്ദ്രനും പിന്നെ മറ്റു ദേവന്മാരെയും കാണാനില്ല. സ്വർഗലോകത്തിൽ നമ്മളെ രക്ഷിക്കുവാനായി ആരുമില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും മഹാറാണി? നമ്മൾ എവിടെ പോകും? അവർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു മഹാറാണി. അസുരന്മാരതാ ജയാരവം മുഴക്കുന്നു. അവിടുന്ന് പറയും മഹാറാണി, നമ്മൾ ഇനി എന്താ ചെയ്യാ? വീരിക്കളായ ദേവന്മാരെ, നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നു? ഞാനിതാ അങ്ങോട്ട് വരുന്നു, സ്വർഗം പിടിച്ചെടുക്കുവാൻ. പ്രഭു, അങ്ങ് എവിടെയാണ്? ഭഗവാൻ വിഷ്ണു ഞങ്ങളെ രക്ഷിക്കണേ, രക്ഷിക്കണേ പ്രഭു, ഞങ്ങളെ രക്ഷിക്കണേ. അഹങ്കാരത്തിന്റെ അന്ധകാരം നിന്റെ ആത്മാവിൽ നിന്ന് തുടങ്ങി നിന്റെ കണ്ണുകളെ വരെ മറച്ചിരിക്കുന്നു. അത് കാരണമാണ് നിനക്ക് മുന്നിലുള്ള ദൃശ്യമാവാത്തത്. ദൈത്യരാജൻ ജലന്ധര, ഞാനിരിക്കെ നിനക്ക് ഒരിക്കലും സ്വർഗത്തിൽ അധികാരം സ്ഥാപിക്കുവാനാവുകയില്ല. സ്വർഗത്തിന് നേരെ ഒരടി വയ്ക്കുന്നതിന് മുൻപ് നിനക്കെന്നോട് യുദ്ധം ചെയ്യേണ്ടി വരും. ഹേ ചതിയാ, മായാവി, കപട, നീ എപ്പോഴാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്? നീ മായാജാലം പ്രകടിപ്പിക്കുന്നു. നീ ഇവിടെ വന്നതുകൊണ്ട് ഒരു രഹസ്യം തെളിഞ്ഞു. ദേവന്മാരുടെ ശക്തികളെല്ലാം സമാപ്തമായി എന്ന്. നീ തനിച്ചെന്ത് ചെയ്യാനാണ്? ഞാൻ സ്വർഗാധിപതിയാകുന്നത് ആരാണ് തടയുക? മാറിപ്പോ എന്റെ മുന്നിൽ നിന്ന്. ഹേ മൂട, നിനക്കെന്താ അറിയുകയില്ലേ? ജലത്തിന്റെ ശീതളിമ
കല്ലിന്റെ കാഠിന്യം, വായുവിന്റെ വേഗം ഇവ പോലെ ദേവന്മാരുടെ ശക്തി ഒരിക്കലും സമാപ്തമാവുകയില്ലെന്ന് അതാ നോക്ക്. ശക്തരായ ദേവന്മാർ നിന്റെ എതിരിൽ നിൽക്കുന്നു. ദേവരാജനിന്ദ്ര, മറ്റു ദേവന്മാരെ, നിങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ അസുരന്മാരെ ആക്രമിക്കുക. അവർക്ക് നമ്മുടെ ശക്തിക്ക് മുന്നിൽ എതിർക്കാനാവില്ല. കൽപ്പന പോലെ ഭഗവാൻ. വരുണദേവ, അഗ്നിദേവ, വായുദേവ, ഭഗവാൻ വിഷ്ണുവിന്റെ ഇച്ഛയനുസരിച്ച് ആക്രമിക്കുക. ആക്രമിക്കട്ടെ. ഓടിപ്പോകുന്നു നിങ്ങൾ ഭീരുക്കളെ, ജലന്ധരന്റെ നാമത്തിന് കളക്കമുണ്ടാക്കുന്ന ഭീരുക്കളെ. ഓടിയാലും നിങ്ങൾ ആരും രക്ഷപ്പെടില്ല. ഓരോരുത്തരെയും ഞാൻ വധിക്കും. ഭീരുക്കളെ, നിങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല എന്റെ നിലനിൽപ്പ്. ഞാനുണ്ടെങ്കിലേ നിങ്ങൾ ഉണ്ടാകൂ. നിങ്ങളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഈ ദേവന്മാരെ നശിപ്പിക്കുന്നുണ്ട്. ശ്രീഹരി, ശ്രീഹരി ഒരു ഉപായം കണ്ടാലും, അല്ലെങ്കിൽ ഈ മായാവി ഞങ്ങളെ നശിപ്പിക്കും. ഹേ മായാവി, നിന്റെ മായയ്ക്ക് ദേവന്മാരെ ഒന്നും ചെയ്യുവാനാകില്ല. പലതും ചെയ്യാനുള്ള മായ നിന്റെ മാത്രം പക്കലല്ലേ മായാവി? ഇത് നോക്ക്.
ഗുരുദേവ, ഈ ജലന്ധരൻ എന്താ ഭഗവാൻ വിഷ്ണുവിനേക്കാളും ശക്തിശാലിയാണോ? ദേവരാജ, അവധൂതേശ്വരിൽ നിന്ന് ജന്മമെടുത്ത ഈ ശക്തിമാനായ അസുരനെ കുറിച്ച് പ്രവചിക്കുക വിഷമമാണ്. Hey!